السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صدق الله مولانا العظيم. صدق وبلغ نبيه الرسول الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. അഭിവന്ദ്യരായ സാദാത്യങ്ങളെ, ഉലമാക്കളെ, ബഹുമാനപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, അല്ലാഹു നമ്മളോടെല്ലാവരോടും എപ്പോഴും റഹ്മത്ത് ചെയ്യുമാറാവട്ടെ. മരണഘട്ടത്തിലും ഖബറിലെ ഏകാന്തതയിലും അല്ലാഹു നമ്മളോട് ഏറ്റവും റഹ്മത്ത് ചെയ്യുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ് ഇപ്പോഴിവിടെ മലപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സമാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്ര വലിയ ഒരു ജനക്കൂട്ടം ഇത്ര സമയമായിട്ടും ഈ സമ്മേളനത്തിൽ പിരിഞ്ഞു പോവാതെ നിൽക്കുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനോടുള്ള വല്ലാത്ത അഭിനിവേശവും കഴിഞ്ഞുപോയ മഹാന്മാരോടുള്ള ബഹുമാനവുമാണ്. അല്ലാഹു സ്വാദിഖീങ്ങളോടുകൂടി ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. ചില ആളുകള് ഇവിടെ സഖാഫികൾ ആരും പങ്കെടുക്കൂല എന്ന് പ്രവചിച്ചിട്ടുണ്ട്. അത്തരക്കാരോട് പോകുന്നതിന്റെ മുൻപ് കണക്കെടുക്കുന്നത് നല്ലതാണെന്ന് സൂചിപ്പിക്കുകയാണ്. ഒരു പ്രത്യേക തരം സമുദായമാണ്. എങ്ങനെ ഇവരിങ്ങനെ ആയി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒന്നോ രണ്ടോ തലച്ചോറുകൾക്ക് വൈകല്യമുണ്ട്. പക്ഷെ ഒരു മെമ്പർഷിപ്പ് വാങ്ങുമ്പോഴേക്ക് എല്ലാ തലച്ചോറും മരവിക്കുന്നത് എങ്ങനെ? ഇതിപ്പോഴും റിസർച്ചിന്റെ വിഷയമാണ്, ഉത്തരം കിട്ടാത്ത കാര്യമാണ്. റഈസുൽ മുഹഖ്ഖീൻ ദുആ ചെയ്ത സ്ഥലമാണ്. അവിടുത്തെ ദുആഇനെ നമ്മൾ അനുസ്മരിക്കുക. അതിന്റെ 25 വർഷങ്ങൾ, ആ 25 വർഷങ്ങളുടെ ശേഷം 25 വർഷങ്ങൾക്കപ്പുറം മഹാസ്വാധികനായൊരു മനുഷ്യൻ ദുആ ചെയ്തതിന് അല്ലാഹു നൽകിയ ഇജാബത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണ്. ദുആക്ക് ഇജാബത്ത് കിട്ടുക എന്നത് അല്ലാഹുവിന്റെ ഒരു പ്രത്യേക നിഅമത്താണ്. വലം അകും ബിദുആഇക റബ്ബി ശഖിയ. പടച്ചവനെ, ഞാൻ നിന്നോട് ചോദിച്ചതൊക്കെയും നീ എനിക്ക് തന്നിട്ടുണ്ടല്ലോ എന്ന് ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേറ്റുകൾക്ക് ഏത് കാലത്തും ചാൻസാണ്. ഡ്യൂപ്ലിക്കേറ്റുകൾ എത്രയുള്ളത്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായി, ഇന്ന് ഓർമ്മയില്ലേ? ഇങ്ങനെ ഫിർഔനും അവന്റെ ജുനൂദും നശിക്കുന്നതിന്റെ മുൻപ് ഖിബത്തികളിൽ നിന്ന് കുറച്ച് സ്വർണം പണയം വാങ്ങിയിരുന്നു ചില ബനി ഇസ്രായേലികൾ. എന്നിട്ട് ഈ സ്വർണം കയ്യിലുള്ള ആളുകൾ ബനി ഇസ്രായേലികളുടെ കൂടെ ഉണ്ടായിരുന്നു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി പോയപ്പോ ഈ സ്വർണങ്ങളൊക്കെ വാങ്ങിയിട്ട് ഒരാളൊരു പശുവിന്റെ കോലുണ്ടാക്കി. എന്നിട്ട് ആ പശുവിന്റെ കോലത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുതിരയുടെ കാൽപാദം പതിഞ്ഞ മണ്ണെടുത്ത് അതിന്റെ മുന്നിലേക്കിട്ട് ഇങ്ങനെ ഈ പശുവിനെ ചലിപ്പിച്ചു. അപ്പോൾ കുറെ ബനി ഇസ്രായേലികൾ അവിടെ അതിന് പശുവിനെ ആരാധിച്ചു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ചരിത്രാതീത കാരണക്കാരന്റെ ഭാഷയിൽ ചിലപ്പോൾ ചില അത്ഭുതങ്ങളൊക്കെ കാട്ടി എന്ന് വരും.
ഈ ഡ്യൂപ്ലിക്കേറ്റുകളുടെ പാരമ്പര്യം പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചില ആളുകൾക്കിപ്പോ ആകൊരു വിഷമം. എന്താ വിഷമം? ദീനി രംഗത്ത് ഭയങ്കര ബഹളാണ്, ഇതൊക്കെ നിർത്തണം. എങ്ങനെ ബഹളം ഉണ്ടാവുക? എങ്ങനെ ബഹളം നിൽക്കുക? എങ്ങനെ നിർത്താതിരിക്കുക? ഈ പറയുന്ന മറ്റൊരു ബഹളല്ല. തിരിഞ്ഞില്ല, തിരിയുണ്ടോ? നമ്മളിനി ഒന്നും പറയാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല. ഉണ്ടാക്കുക, അപ്പൊ ബഹളം നിൽക്കോ? അങ്ങനെ മുണ്ടാൻ പാടില്ല എന്ന് നമ്മളോട് പറഞ്ഞാൽ നേരം മുണ്ടലല്ലേ ഞാൻ ചോദിക്കുന്നത്. സത്യത്തിൽ ശരി പഠിപ്പിക്കുന്നവർക്ക് ഇത് പഠിപ്പിച്ചേ പറ്റൂ. ശരിയോടുള്ള പ്രതിപത്തിയും ഹക്ക് പ്രചരിപ്പിക്കാനുള്ള അഭിവാഞ്ചനയും ഒരു ശരാശരി മുസ്ലിമിന്റെ ഖൽബിന്റെ ഉള്ളിൽ ഏത് കാലത്തും ഉണ്ടാകും. വളരെ പാരമ്പര്യമാണ് പരിശുദ്ധ ദീനിനുള്ളത്. ഇവിടെ ചില ആളുകൾ ഒരു പാരമ്പര്യമില്ലാത്ത വാദക്കാർ. അതാരാ? ഒന്ന് നമ്മളെ പഴയ മൗലിയർ. മൂപ്പര് 15 കൊല്ലം സമസ്തയിലും 25 കൊല്ലം ആന്റിയായിട്ട് പ്രവർത്തിച്ചു. നല്ല കണക്കാ നിങ്ങൾ പറഞ്ഞു. 15 കൊല്ലം മൂപ്പര് ഉണ്ടാക്കിയത് 25 കൊല്ലം പൊളിച്ചു. നൗഷാദ് ഹസനി പ്രസംഗിച്ചായിരിക്കും. കേരളത്തിലെ ചരിത്രത്തിൽ നൗഷാദ് ഹസനിക്ക് ഗിന്നസ് ബുക്കിൽ ചാൻസ് കിട്ടാൻ സാധ്യതയില്ല. എന്താ? തിരിഞ്ഞില്ല. ഇന്റെ പ്രസംഗങ്ങൾക്ക് ഒരു പക്ഷേ അയാൾ മറുപടി പറഞ്ഞിട്ടുണ്ടോ? അല്ലേ? അയാളെ പ്രസംഗങ്ങൾക്ക് ഞാനും മറുപടി പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അയാളെ പ്രസംഗങ്ങൾക്ക് അയാൾ തന്നെ മറുപടി പറഞ്ഞു. വല്ലാത്തൊരു അത്ഭുതം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇനി ഈ സാധനത്തിന് എന്തിനെങ്കിലും പറ്റുമോ? നിങ്ങളെ അഭിപ്രായം എന്താ? നമ്മളെന്നെ ഇവിടെ കയറി അയാളെ പ്രസംഗിപ്പിച്ചു ചോദിച്ചോളി. ഇയാളിവിടെ സജീവമായി പ്രസംഗിച്ചു. നാളെ മൂപ്പര പ്രസംഗത്തിന് മൂപ്പരനെ മറുപടി. ഞങ്ങളാ നൂറാടിപ്പാലത്തിന്റെ ചൂട്ടുകൊണ്ട് ഞാനും സക്കാഫിയുടെ ചൂണ്ടലിട്ട് എന്തോ ഒരു സാധനം കൊത്തി വലിച്ച് വാലിങ്ങനെ കണ്ടപ്പോ സാധനം മഞ്ഞിലാൻ തോന്നി. വലിച്ച് കരക്ക് കിട്ടപ്പോ സാധനം ചേരയാണ്. നിങ്ങൾ പറയും എന്താ കാട്ടേണ്ടി? തച്ചാണ്ട് കൊല്ലണം? ചേര കുട്ടിക്ക് കൂട്ടാൻ കൊടുക്കാൻ പറ്റുമോ? ഇതാണ് സത്യത്തിൽ അശ്വനി കേസ്. മനസ്സിലായല്ലോ? ഇത് മൂപ്പര് ഇപ്പൊ പറയാണ്, മൂപ്പർക്കാർക്കോ വെള്ളം കലക്കി കൊടുത്തത്രേ. വല്ല സുന്നാമാക്കിയും കുറിച്ച് വാറ്റുന്നുണ്ടാവും. അത് എന്താ പൈലിരുന്നത്? ഇത്രത്തോളം ഒരു സാധനത്തിന്റെ ബാക്കിൽ കൂടെ എന്താ ഉള്ളത്? ഇത് ഇയാളെന്നെ ഇയാൾക്ക് കുറച്ച് അസഹാബുണ്ട്. ഈ അസഹാബിന് കുറെ ഫൈക്ക് ഐഡി ഉണ്ട് ഇന്റർനെറ്റ് വഴി. അവര് തന്നെയാണ് ഇത് വിടുന്നത്. നൗഷാദ് അങ്ങനെ, നൗഷാദ് ഇങ്ങനെ, നൗഷാദ് അങ്ങനെ. ഇതാ കളി. അല്ല, ഇതൊരു വലിയ സംഭവമൊന്നുമല്ല. അതിപ്പോ കിട്ടിയിട്ട് കാര്യമില്ല. സാധനം വാല് കണ്ടപ്പോ എന്താ തോന്നിനു നമുക്ക്? വലിച്ചിട്ടപ്പോളോ? ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇയാൾ ഈ മുജാഹിദിനോടും ജമാഅത്തിനോടും ഖാദിയാനിയോടൊക്കെ സംസാരിക്കണ കേട്ടപ്പോ ആദർശപരമായ ഒരു സത്യസന്ധത ഈ മനുഷ്യനുണ്ടാകുമെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോ സംസാരിച്ചതും അയാളെ പ്രസംഗം കേട്ടതും അയാൾ പറയുന്ന അനുസരിച്ചതൊക്കെ. നമ്മളെപ്പോഴും പ്രബോധകരാണ്. ഹസൻ സക്കാഫി പറഞ്ഞല്ലോ, സാക്ഷാൽ ഉള്ളാൾ തങ്ങളോട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ഇത് എവിടെ കൊണ്ടേ കെട്ടുക. നമ്മളിപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറുപക്ഷത്തുള്ള പണ്ഡിതന്മാരോടും സത്യം ഉൾക്കൊള്ളാൻ ആഗ്രഹമുള്ള ആളുകളോടും ഒരു സ്നേഹ രീതിയിൽ സംവദിക്കാൻ നമ്മൾ തയ്യാറാണ്. എന്താ കാരണം? നമുക്ക് പങ്കുവെക്കാനാവാത്ത രഹസ്യങ്ങളൊന്നുമില്ല. നമ്മളെ നേതാക്കന്മാരാരെങ്കിലും ഷാർജയിൽ ഇറങ്ങിയ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങണതിന് മുമ്പ് ഇങ്ങോട്ട് കയറ്റവും ചോദിക്കണേ അവസ്ഥയൊന്നും ഞമ്മക്കില്ല. അറബികളെ കാണുമ്പോൾ ദ്വാ ചെയ്യുമ്പോ കൈ താത്തിപ്പിടിക്കൽ പ്രത്യേകം സുന്നത്താണ്, എന്നാലും റിയാല് കിട്ടുള്ളൂ എന്ന് പറയേണ്ട ഗതികേടുമില്ല. പെണ്ണുങ്ങളെ പള്ളിയിൽ പോയി ഖുതുബോധന്റെ ആവശ്യമില്ല. തിരിയുണ്ടല്ലോ. രാഷ്ട്രീയക്കാരെ കാണുമ്പോൾ മടക്കത്ത് ഉത്തേജിച്ചിട്ട് കൈ കൂപ്പേണ്ട ഗതികേടുമില്ല. ഞാൻ ആലോചിച്ച് നോക്കുക. മർക്കസ് നോളജ് സിറ്റി വന്നതിന് ശേഷം ആ പഞ്ചായത്തിന്റെ ഒരു ഗതികേട് വന്ന് വിട്ടു. കസ്തൂരി രംഗൻ റിപ്പോർട്ട്. അവിടുത്തെ നാട്ടിലൊക്കെ കുത്തുബിയെ തെറ്റ് ചെല്ലേണ്ടി വരും ആ നോളജ് സിറ്റി അവിടെ നിന്ന് കൊന്തി പോകാൻ.
കാരണം വലിയ ഗതികേടാണ്. കോഴിക്കോടിനും കൂടി പച്ച പെയിന്റ് അടിക്കണത്രേ, ബിൽഡിങ്ങിനും പച്ച പെയിന്റ്. സക്കാഫി പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ച് നോക്കാം, യഥാർത്ഥത്തിൽ അപ്പൊ നോളജ് സിറ്റി ഉണ്ടാവുകയും അതിന് പച്ച പെയിന്റ് കളിച്ചിട്ടുണ്ടെങ്കിൽ ബത്തക്കന്നെ മാതിരി ഉണ്ടാവും. പുറത്ത് പച്ച പെയിന്റും ഉള്ളിൽ ഇങ്ങനെ. ഞാൻ പറയുന്നത് ഇങ്ങനെ ചില ആളുകൾ അവരുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തെല്ലാമോ ചെയ്യാൻ. അവിടെ ഇതിന്റെ തറക്കല്ലിടൽ കർമ്മം നടന്നപ്പോ കുറെ സാദാത്യങ്ങളും തങ്ങന്മാരും ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫയ്ക്ക് തങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവിടെ സ്റ്റേജ് തങ്ങന്മാരല്ലാത്ത ചില തങ്ങന്മാരുണ്ട് കേട്ടോ. അതില് ഹജറെന്നും തുറാബെന്നും റംലെന്നും മണ്ണെന്നും ഒക്കെ പറയണേ സാദാത്യങ്ങൾ അംഗീകരിക്കാത്ത ചില ആളുകളൊക്കെ ഉണ്ട്. അത് പോട്ടെ, കുറെ അറിയുന്നവരും ഉണ്ട് നോക്കുക. ഈ സാദാത്യങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു ബഹുമാനിച്ച കുറെ തങ്ങന്മാരുണ്ട്. അഹ്ലു ബൈത്തിനോട് നമുക്ക് ബഹുമാനം തന്നെയാണ്, വളരെ ആദരവുണ്ട്, വളരെ സ്നേഹമുണ്ട്. അത് ഈ തങ്ങന്മാരെ പ്രവർത്തനം ശരിയാണെന്നല്ല, മറിച്ച് സയ്യിദ ഫാത്തിമത്തുൽ ബത്തൂൽ റളിയല്ലാഹു അൻഹയോടുള്ള മഹബ്ബത്താണ്. അള്ളാഹു അഹ്ലു ബൈത്തിനോടുള്ള മഹബ്ബത്ത് നമുക്ക് നൽകുമാറാവട്ടെ. അവർ ചെയ്ത പ്രവർത്തനത്തോടല്ല, അവർ ചെയ്യുന്ന തോന്നിവാസങ്ങൾ ശരിയാണെന്ന് പറയുന്നില്ല. അവർ ചെയ്തതൊക്കെയും അവരുടെ ഹിസാബാണ്. അവരോട് മര്യാദകേട് കാണിച്ചാൽ അത് എന്റെ ഹിസാബാകുമെന്നും ഞാനതിന് മറുപടി പറയേണ്ടി വരുമെന്ന് പേടിച്ചിട്ടാണ് അള്ളാഹു ബഹുമാനിച്ചു എന്ന കാരണം കൊണ്ട് അഹ്ലു ബൈത്തിനെ വിമർശിക്കാത്തത്. മറ്റൊരു കാര്യം പോവട്ടെ, ഈ സമ്മേളന ഹാളിലേക്ക് രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ട് കയറി വന്നപ്പോ തങ്ങന്മാരൊക്കെ പിടിച്ച് താഴത്ത് കിട്ടും. അവിടെ ഇരിക്കുകയാണ്. ഇപ്പൊ ദറജപ്പെട അഹ്ലു ബൈത്തിന്റെ പോസ്റ്റ് തൽക്കാലം നമ്മൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കൊടുക്കുകയാണ്. നമ്മളിവിടെ വന്നു, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രസംഗിച്ചു. അദ്ദേഹം കേന്ദ്ര വിദേശകാര്യ വകുപ്പ് സഹമന്ത്രിയാണ്, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള മനുഷ്യനാണ്. ഇവിടെ ഉള്ള ആരെങ്കിലും കീഴ്പ്പെട്ടിറങ്ങിയോ? പുറത്ത് കിട്ടി. ഈ ഗതികേട് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അത് ആദർശം നഷ്ടമായവർക്ക് സംഭവിക്കാറാവട്ടെ. ഇങ്ങനെ ആലോചിച്ചാൽ പരിശുദ്ധമായ ദീനിന് എല്ലാ വിഷയത്തിലും അടിസ്ഥാനമുണ്ട്. എന്തിനും അള്ളാഹുവിന്റെ ദീനിൽ തെളിവുണ്ട്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന്റെയും മുൻപ് മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ച ചർച്ച പോലും പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ അല്ലാഹു തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ മലക്കുകളോട് അല്ലാഹു പറഞ്ഞല്ലോ, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിലേക്ക് ഞാനൊരു ഖലീഫയെ നിർണയിക്കുന്നു. അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു. മങ്കൂസ് മൗലൂദ് പോലെ. മങ്കൂസ് മൗലൂദൊക്കെ വാക്യം ബേജാറുണ്ട്. മങ്കൂസ് മൗലൂദിന് കുറച്ച് എതിരാളികളുണ്ട്. ആരൊക്കെ? ഒന്ന് മുജാഹിദ് പറഞ്ഞപ്പോ മഞ്ചേരി ബസ് സ്റ്റാൻഡിന് അതിരാണ്. മഞ്ചേരി പോയിട്ട് ഇങ്ങനെ ബസ് ഇറങ്ങുക, ഓട്ടോറിക്ഷക്കാരനോട് പുതിയ സ്റ്റാൻഡിലേക്ക് ആക്കിക്കൊണ്ടാണ് ഓങ്ക നിൽക്കുന്നതാണ്. പുതിയ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാല് പുതിയ ഉണ്ടാക്കിയ സ്റ്റാൻഡാണോ അതോ പുതിയ സ്റ്റാൻഡിന് പേരുള്ള സ്റ്റാൻഡാണോ? പുതിയ സ്റ്റാൻഡ് പറഞ്ഞ ഒരു സ്റ്റാൻഡ് ഇങ്ങോട്ട് യമീനിലാണ്. എവിടെ? നമ്മളെ ബൈപ്പാസ് കോടതിന്റെ അടുത്ത്. എന്നാ പുതിയ സ്റ്റാൻഡിന് പേരുള്ളതോ അങ്ങേ തരക്കെ. അതിന്റെ നടുക്കൽ ഇങ്ങനെ നിൽക്കേണ്ടി എ പി അബ്ദുൽ ഖാദർ മൗലവിന്റെ അതിന് പഴയ സ്റ്റാൻഡ്. ഇതാണ് മുജാഹിദിന്റെ കഥ. തിരിയുണ്ടല്ലോ. ഇവര് മങ്കൂസ് മൗലൂദിനെതിരാണ്. പരിശുദ്ധമാക്കപ്പെട്ട അല്ലാഹുവിന്റെ ദീനിൽ അമ്പിയാക്കന്മാരെ കുറിച്ച് എവിടെ പറഞ്ഞോ അവരുടെ കുറിച്ചുള്ള ചരിത്രങ്ങളും അവരുടെ മാതാക്കളുടെ ചരിത്രവും പറയുന്നുണ്ട്. ഇവിടെ ചില ആളുകൾ പുണ്യപ്രവാചകർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എന്ത് ചേർത്ത് പറഞ്ഞാലും അതിനെ ബഹുമാനിക്കണമെന്ന് പറയുന്നുണ്ട്. വളരെ നിരർത്ഥകമായ വാദമാണ്, അടിസ്ഥാനമില്ലാത്തവന്റെ വാദമാണ്, ശരി ചിന്തിക്കാത്തവന്റെ വാദമാണ്. എ പി കൊണ്ടുവന്ന മുടിന്റെ കഥ ഇപ്പോ SKSF-കാർക്കൊക്കെ ഒരു 2 മണിക്കൂർ പ്രസംഗിക്കാനുള്ള ഇൽമ ഇപ്പൊ എല്ലാരും കയ്യിലുണ്ട് ഇല്ലേ? അല്ലേ? എന്താണ് മുടി നിങ്ങൾക്ക് അറിയില്ലേ? സനത് അറിയില്ലേ? എങ്ങനെ സ്വീകരിക്കാൻ അറിയില്ലേ? എങ്ങനെ നിരാകരിക്കാൻ അറിയില്ലേ? ഇത്ര ഇൽമിട്ടാളെ കാരണം എന്താ? എ പി ഗ്രൂപ്പിലെ പ്രധാന പ്രഭാഷകൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ആയതുകൊണ്ടാണ്. മനസ്സിലാണ്ടല്ലോ? അയാൾ ഈ വിവരക്കേട് ഇങ്ങനെ പറയുമ്പോ നമ്മൾ വിവരം പറഞ്ഞു കൊടുക്കണം.
ഇതാണ് സംഭവം. പേരോടില്ലാത്തൊരു കേരളാണെങ്കിൽ നിങ്ങൾക്ക് എത്രയുണ്ടാവില്ല. എന്നിട്ട് ഇങ്ങനെ മൂപ്പര് പ്രസംഗിക്കും. നിങ്ങളെ മുഷാവറയിൽ 40 ആളുണ്ടോ? എന്താ അവിടെ പോസ്റ്റ് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് വരാന്? തിരിഞ്ഞില്ല. നിങ്ങൾ 40 ആളെ കാട്ടിത്തോ. അപ്പൊ ഇവിടെ ഏതെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ പണ്ട് പോയവരിൽ ബാക്കിയുള്ളവർക്ക് ഇങ്ങോട്ട് വരാച്ചിട്ടാ. അതവിടെ നിൽക്കട്ടെ, ആദ്യം മുടിനെ പറ്റി തീരുമാനിച്ചിട്ട് വരാം. വലിയ കോള് പറയണം. ഇത് 40 ആളുകൾ വേദിയിലിരുത്തോ? താജുൽ ഉലമിന്റെ പിന്നിലാന്ന് അറിയുന്നുണ്ട്. പക്ഷെ നോക്കുമ്പോഴൊക്കെ നിങ്ങൾ മുമ്പ് തന്നെ, അതിന്റെ മുമ്പുള്ള ആളെ കാണില്ല. തിരിഞ്ഞില്ല. തിരിയുണ്ടോ? കാന്തപുരത്തിന്റെയും താജുൽ ഉലമയുടെയും പിന്നിലാണ്. നമ്മളിങ്ങനെ നോക്കുമ്പോ മറ്റാളുണ്ട്. ആര്? കാന്തപുരം. പക്ഷെ താജുൽ ഉലമനെ കാണില്ലല്ലോ. അയാളെ പിന്നിലാണ് പേരോടാണ്. ഞാൻ താജുൽ ഉലമന്റെ പിന്നിലാണ്. പക്ഷെ നോക്കുമ്പോഴൊക്കെ മുമ്പിൽ തന്നെ പേരോടാണ്. ഇതൊക്കെ പറയിപ്പിക്കണോ വെറുതെ? ഈ പ്രസിഡന്റിനൊന്നും മുമ്പ് കൊണ്ടിരുത്താൻ പറ്റൂല. അഖില ബൈത്തായതുകൊണ്ട് നമ്മൾ ഒന്നും പറയില്ല, അള്ളാഹു ശിഫാക്കട്ടെ. പക്ഷെ അവനവൻ ചെയ്തതിന്റെ ശിക്ഷ കിട്ടും. ഇങ്ങനൊരു കഥ ഇവിടെ നടക്കുന്നുണ്ട്. പോട്ടെ, ജാലിയാവാല ഇവിടെ മുടി കൊണ്ടുവന്നിട്ട് നമ്മൾ സനത് ചോദിച്ചപ്പോ പറഞ്ഞു, ചേർത്ത് പറഞ്ഞത് മുഴുവൻ അംഗീകരിക്കണമെന്ന്. മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ പോലും അത് കാണുന്നില്ല. മങ്കൂസ് മൗലൂദി വിരോധികളും മനസ്സിലാക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന്റെ മുൻപുള്ള കഥകളെ മങ്കൂസ് മൗലൂദിൽ പ്രതിപാദിക്കുന്നു എന്നതുകൊണ്ട് മങ്കൂസ് മൗലൂദ് ഉപേക്ഷിക്കണമെന്ന വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ കേട്ടോ, മനുഷ്യവംശ സൃഷ്ടിക്കുന്നതിന്റെയും മുൻപുള്ള കഥ അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ പോന്നിട്ട് എത്രത്തോളം തസ്ബീല് വരെ മണ്ണ് കൊണ്ട് അല്ലാഹു തആല മനുഷ്യനെ രൂപപ്പെടുത്തി. വനഫഖ്തു ഫീഹി മിൻ റൂഹി, അതിൽ അല്ലാഹു റൂഹിനെ ഊതി എന്ന് പറഞ്ഞ സംഭവം വരെ പരിശുദ്ധ ഖുർആൻ ശരീഫ് പറയുന്നുണ്ട്. എല്ലായിടത്തും കാണാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതാവിന്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രസവിച്ച സമയത്ത് കുട്ടിയെ ശത്രു പിടിച്ചുകൊണ്ടുപോകുമെന്ന് ഭയപ്പെട്ടാൽ ഫഅൽഖീഹി ഫിൽ യമ്മി, ആ കുട്ടിയെ നിങ്ങൾ നദിയിലേക്ക്, നൈൽ നദിയിലേക്ക് ഇടുക എന്ന് പറഞ്ഞു. കണ്ടോ? എന്നിട്ട് സംഭവിക്കാൻ പോകുന്നത് മഹ്ദി അവരോട് പറഞ്ഞു കൊടുത്തു, അല്ലാഹു തആല നിങ്ങൾക്ക് അവരെ തിരിച്ചു തരും. അങ്ങനെ തിരിച്ചു തന്നു. ഒരുപാട് ആയത്തുകൾ ഉള്ളത് കൊണ്ട് ഞാൻ സംഗ്രഹിച്ച് പറയാണ്, സമയക്കുറവുണ്ടല്ലോ. ഇങ്ങനെ അമ്പിയാക്കന്മാരുടെ മുഴുവൻ ചരിത്രവും ജനിക്കുന്നതിന്റെ മുമ്പുള്ള കഥ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, ജനിക്കുന്നതിന്റെ മുമ്പുള്ള കഥ മറിയം റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിതാ ഒരു കുട്ടി ഉണ്ടാകാൻ പോകുന്നു എന്ന സന്തോഷവൃത്താന്തം സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മാതാവിനോട് മലക്കുകൾ വന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഖുറാഫാത്താണെന്ന് പറഞ്ഞവർക്ക് കാര്യമറിയാത്തത് കൊണ്ടാണ് ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ എന്ന് പറഞ്ഞിട്ട് യഹ്യ നബിയുടെ ജനനത്തെ സംബന്ധിച്ച് പറഞ്ഞു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഹമ്മദ് എന്ന നാമകരണം നൽകപ്പെട്ടപ്പോൾ അതുപോലൊരു പേര് മറ്റൊരാൾക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അത് അപൂർവതയായി കാണാൻ തയ്യാറാവാത്ത ചിലരുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ തന്നെ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ വലം യകുൻ മിൻ ഖബ്ലു സമീയ, അങ്ങനെ പേരുള്ള മറ്റൊരാൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ പലതും പറയാൻ. ചുരുക്കി പറഞ്ഞാല് അമ്പിയാക്കന്മാര് ജനിക്കുന്നതിന്റെ മുൻപുള്ള ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരെ പിതാക്കന്മാരെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരെ ശരീരത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇസ്ലാമിലുള്ളതാണ്. മറ്റേരു കൗമുണ്ട്. ആരെ? ഞാൻ നേരത്തെ പറഞ്ഞില്ല, അയ്യൂബ് സഖാഫി പ്രസംഗിച്ച കൗമങ്ങൾക്ക് ഓർമ്മല്ലേ? ഓർമ്മണ്ടോ? തബീലിഗേരി തലയിലൊരു ഗ്യാസിന്റെ സിലിണ്ടർ, തോളിലൊരു ഗ്യാസിന്റെ സ്റ്റൗ, ഒരു സഞ്ചി പച്ചക്കറി, ഒന്നിലായി വിറക്, ഇതൊക്കെ പാടായിട്ട് ഇങ്ങനെ വരും. എന്തേ പോന്നു? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അസമനത്തെ വരാൻ തോന്നി പോവാ അഭ്യർത്ഥി. വലൈക്കും സലാം. നിങ്ങളാരാ? ഞാൻ ദീനിന്റെ ദായിയാണ്. എന്തേ പോന്നു? ഞാൻ ദഅവത്തിന് വന്നതാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ സമസ്തന്റെ ആളാണോ? അല്ല, AP ഗ്രൂപ്പാണ്. ഇപ്പൊ ഞങ്ങൾ സക്കാഫികളെ ആരും കുറെ പേട് ഇവിടെ ഉണ്ട് നിൽക്കുക.
ഈ ഒറിജിനൽ സക്കാഫിയാനോട് നിങ്ങൾ ബസ് നയിക്കാം. എവിടെ വിളിച്ച്? ഞാൻ കോഴിക്കോട് എടുത്ത. കോഴിക്കോട് അടുത്ത് തന്നാല് കോഴിക്കോട് കുറച്ചുകൂടി പോകണം. എവിടെ? കുന്നമംഗലം ഭാഗത്താണ്. അതെവിടെ? കാരന്തൂരിനാണ്. കുന്നമംഗലത്തിന് മർക്കസ് എന്ന് പറയാൻ എന്താണ്? പേടിയാണ്. എന്താ അടുത്ത ചോദ്യം ചോദിക്കും? നിങ്ങൾ പറയും എന്തായിരിക്കും ചോദിക്കാം? ഒരു സാധാരണക്കാരൻ അങ്ങനെ അങ്ങനെ ഒരു സാധാരണ ഒരു സഹയാത്രികനാണ് ചോദിക്കുക. അല്ല, അവിടെ ഇപ്പൊ ഒരു മുടി വിവാദമൊക്കെ മാഞ്ഞിനായിക്കോട്ടെ, വിമർശനമില്ലാത്ത ആള് അങ്ങനെയായിക്കോട്ടെ, ഇവിടെ ഒരു മുടി വിവാദമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, സത്യത്തിലും നിങ്ങൾ ആ മുടി കണ്ടിട്ടുണ്ടോ? ചോദിക്കൂലേ? ഇയാൾ ഒന്നെങ്കിൽ നേര് വരണം, അല്ലെങ്കിലോ ഇത് പേടിച്ചിട്ട് ഇപ്പൊ എന്താ പറയലേ? എവിടെ പഠിച്ച്? കോഴിക്കോട് അടുത്ത്. ഈ ഒറിജിനലുടെ കഥ ഞാൻ പറഞ്ഞു. അപ്പൊ തെബിലീഗൻ എന്തായാലും അത് പറയില്ലോ. ഇല്ല. പിന്നെ നിങ്ങൾ ജമാഅത്താണോ? മുജാഹിദാണോ? അല്ല. പിന്നെ ഞാൻ ദീനി ദായിയാണ്. കേട്ടാ തോന്നും ആ ബാബായത് 10 സൂറി പറഞ്ഞില്ലേ ജിബ്രീലേ, അതൊക്കെ നേരിട്ട് വന്നതാണ് പഠിച്ചോനെ. പണ്ട് ബാബായത് 10 സൂർ ഓതിയ കാലത്ത് ശരീദ് ബയാദ് ഷിയാബി എന്നൊക്കെ പറഞ്ഞൊരു ഓർമ്മ ഇങ്ങനെ വരുന്നുണ്ട്. തെറ്റ് അതാണോ? ഇതൊക്കെ ഇത് കഴിഞ്ഞിട്ട് മൂപ്പര് പള്ളിയിൽ ഈച്ചക്കും. സുബ്ഹാനല്ലാഹ്, മഞ്ചേരിയിൽ നിന്നൊരു ജമാഅത്ത് നമ്മളെ സുബ്ഹാനല്ലാഹ് കഴിച്ചിട്ട് മൂപ്പരാകൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ ഇവിടെ എത്തിയിട്ടുണ്ട്. പുട്ടും തേങ്ങണ്ണാതിരട്ടിട്ട ഇൻഷാ അല്ലാഹ് അത് മഗ്‌രിബിന് ശേഷം ഒരു നസീഹത്ത് ഉണ്ടായിരിക്കുന്നതാണ്. ഇവരെ കാര്യവും ഇതന്നെയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ വേറൊരു ഖൗമുണ്ട്. പിന്നെ വേറൊരു ഖൗം, അതേരാ ജമാഅത്തെ ഇസ്ലാമി. എന്താ സാധനം? ഓരോ വന്നിട്ട് എന്താ പറയാ നിങ്ങളോട്? മങ്കൂസ് മൗലൂദിനെ പറ്റി നീ പറയും. ശ്രീ ജമാഅത്തൊന്നും പറയില്ല. എന്താ പറയാ? ഹൈവേ വീതി കൂട്ടാൻ പാടില്ല, പ്ലാച്ചിമട അവിടെ കൊക്കോകോള പൂട്ടണം, ഇവിടെ ഗാഡ്ഗിൽ കമ്മിറ്റി നയം നടപ്പിലാക്കണം, പാറ പൊട്ടിക്കാൻ പാടില്ല, മണൽ വാരാൻ പാടില്ല. ഇതിൽ വല്ല അഭിപ്രായ നിങ്ങൾക്കാർക്കുണ്ടോ? ഇല്ലല്ലോ. പിന്നെ മെല്ലെ മൗലവി നിൽക്കും, പ്രകടനം, പൊതുയോഗം, സോളിഡാരിറ്റി. അപ്പൊ കാലിന് വികലാംഗനായ ഒരാൾക്ക് ഒരു സൈക്കിള് ഇങ്ങനെ കൊടുത്തുകൊണ്ട് ഇയാൾ ഇങ്ങനെ നടക്കിനടിയിൽ ചോദിക്കും, അല്ല ഒരു കൂട്ടര് മങ്കൂസ് മൗലൂദ് ഓതണെന്ന്. ചില ആളുകളെ ശിർക്കാണ്. എന്നാ പിന്നെ ഒഴിവാക്കല്ലേ നല്ലേ. തിരിഞ്ഞോ? ഒപ്പം വന്നതിനാ ഇപ്പൊ എന്താ വന്നതിന് ഉദ്ദേശം? എന്തേലും റോഡാണ്. എന്താ ചെയ്യാം? ഹൈവേന്. അല്ല, നിങ്ങളെ പെണ്ണുങ്ങൾ നിങ്ങൾക്ക് അന്യാണോ? പഠിച്ചോൻ എന്റെ പെണ്ണുങ്ങൾ എനിക്ക് അന്യാണ്. അന്യ പെണ്ണ് തൊട്ടാൽ ഒതുമുറിയുള്ളൂ. നിങ്ങളെ പെണ്ണുങ്ങൾ നിങ്ങൾ തൊട്ടാ ഒതുമുറിയോ? ആഹാ, തിരിഞ്ഞോ? തിരിഞ്ഞില്ലേ? ഇങ്ങനെ വരുന്നൊരു കൗമുണ്ട്. ആരാണത്? ജമാഅത്തെ ഇസ്ലാമി. മറ്റേ നമ്മളെ മഞ്ചേരി ബസ് സ്റ്റാൻഡ് മുഴുവനും ഒരു കാര്യത്തിൽ ഉറപ്പാണ്. എങ്ങനെ? മങ്കൂസ് മൗലൂദിന് അവരെതിരാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ദീനിന് ശക്തമായ റസലുണ്ട്. മഹാന്മാരായ ഉലമാക്കന്മാരാൽ അതിവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബത്ത് വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ എന്ന് പറഞ്ഞ പരിശുദ്ധമായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹവസിക്കുവാൻ വേണ്ടി അല്ലാഹു നിർമ്മിച്ചതായ, അല്ലാഹു പറഞ്ഞയച്ചതായ സഹാബത്ത്, അവരിൽ നിന്ന് അറിവിനെ പഠിച്ച താബിഈകൾ, അവരിൽ നിന്ന് ഇൽമിനെ സ്വീകരിച്ച താബിഈകൾ, പിന്നെ അയിമ്മത്തുൽ മുജ്തഹിദീങ്ങൾ, അവരെ ശിഷ്യന്മാരായി ഇങ്ങനെ കടന്നു വന്ന ഉലമാക്കന്മാർ, ബഹുമാനപ്പെട്ട ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂമിൽ മഅബരി റളിയല്ലാഹു അൻഹു വരെ, ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന ശിഷ്യരായ ബഹുമാനപ്പെട്ട ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂമിൽ മഅബരി അസ്സാനി റളിയല്ലാഹു അൻഹു വരെ ഒരുപാട് ആളുകൾ പാരമ്പര്യമായി ദീൻ വന്നു. നോക്ക്, പൊന്നാനി വിളക്കത്തിരിക്കൽ തുടങ്ങി അവിടുന്ന് ഇങ്ങനെ പറന്നു വന്നതാണ് ഈ ദീന്. ഇപ്പൊ ഇങ്ങോട്ടോക്ക് നമ്മളോട് പെണ്ണിനെ തൊട്ടാ ഓത് മുറി വെച്ചു. വേറെ ഗവൺമെന്റ് ഖുർആൻ ഹദീസ് നേരിട്ട ഇങ്ങനെ വരാ, നേർക്ക് നേരെയാണ്. അപ്പൊ ചോദിക്കുക, അല്ല ഇതെന്തോടും ഇങ്ങനെ കൈയ്യട്ടി? മറ്റേ KSRTC ഇങ്ങനെ കൈയ്യട്ടി, അല്ല എന്താ പറയാ, ഇങ്ങനത്തെ അടയാളപ്പോടെ കാണാം ട്രാൻസ്ഫോമർമേല്
അതില് മൗലവിന്റെ തലകുടിനെ വെക്കുമ്പോ സംഭവം റെഡി. ഈ കെട്ട് ഇത് എവിടെ കിട്ടി? അത് ഞാൻ നേർക്ക് നേരെ പഠിച്ചേ. ഇന്നലെ വരെ ഓട്ടോറിക്ഷ ഓടിച്ചെന്ന് നേർക്ക് നേരെ പിടിച്ചു തുടങ്ങി. അതെനിക്ക് ഖുർആൻ ക്ലാസ് ഫലാൻ ബിൻ ഫലാൻ മൗലവി പറഞ്ഞതാണ്. ഈ ഖുർആൻ ക്ലാസ് പറഞ്ഞ സാധനത്തിൽ പലതും നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറയേക്കാൻ വയ്യ. ചില ആൾക്കാർ തരാണ്ട് പങ്കിച്ചത് ഇതാ ഇങ്ങോട്ട് ഇറങ്ങണേ ഖുർആനെ ഇങ്ങോട്ട് ഇറങ്ങുക, അങ്ങനെ ഇറങ്ങലോട്ടോ. മുഫസ്സിർ പറയാത്ത വ്യാഖ്യാനം പറയാൻ പറ്റൂല. മുഫസ്സിർ പറയാത്ത, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയാത്ത വ്യാഖ്യാനം പറയാൻ ഒരാൾക്കും അവകാശമല്ല. ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങിയാലും വേണ്ടില്ല, അവിടെ ഇങ്ങോട്ട് കയറിയാലും വേണ്ടില്ല. ജനങ്ങളോട് പറയണമെങ്കിൽ എങ്ങനെ പറയണം? ഒരാൾക്ക് ഇൽഹാമിയായ ഇൽമുണ്ടെങ്കിൽ പോലും പൊതുജനമധ്യത്തിൽ വാഹന പറയാൻ പറ്റില്ല. പൊതുജനങ്ങളോട് പറയേണ്ടത് അയിമത്തീങ്ങൾ പഠിപ്പിച്ചതാണ്. ഫിഖ്ഹിന്റെയും കാര്യം അങ്ങനെ തന്നെയാണ്. മശായിഖന്മാർ നമ്മളെ പഠിപ്പിച്ചു തന്ന കാര്യം അതാണ്. ഞാൻ പറയുന്നത്, നമ്മൾ ഇങ്ങനെ കൈകെട്ടുന്നു, തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്നു, ഇങ്ങനെ കിട്ടണമെന്നോട് ഇതോടനെ പഠിപ്പിച്ചുകൊണ്ട് അറിയാം. മൗലവി പറഞ്ഞതാണ്. ശരി, ഓക്കെ. ആ ഹദീസിന് അങ്ങനെ അർത്ഥം എന്നോട് ആര് പറഞ്ഞു? മൗലവി. ശരിയല്ലേ? എന്നാ ഞങ്ങൾ ഇങ്ങനെ കിട്ടണതോ? ഞങ്ങളോട് അർത്ഥം പറഞ്ഞു തന്നതും മറ്റൊരു മുസ്ലിയാരാണ്. നിനക്ക് പറഞ്ഞു തന്നത് റൗളത്തുൽ ഉലൂം അറബിക് കോളേജിൽ നിന്ന് പാസ്സായ അഫ്ദൽ ഉലമാ ഡിഗ്രിക്കാരനാണെങ്കിൽ ഞങ്ങൾക്ക് ഹദീസിന്റെ അർത്ഥം പറഞ്ഞു തന്നത് ഹിജ്റ 180 ജീവിച്ച ആലിമു ഖുറൈശിയും ഒരു ഖുറൈശി പണ്ഡിതൻ വരാനിരിക്കുന്നു. അദ്ദേഹം ലോകം മുഴുവനും അറിവ് കിടക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഇമാം ഷാഫിയാണ്. തിരിഞ്ഞല്ലോ? തിരിഞ്ഞില്ല. തിരിഞ്ഞോ? ഈ ബാർബർ കസാരിയിലെ ഖുതുബ, പ്രകോപനപരമായ ഖുതുബ, തിരിയണ ഖുതുബ, അത് അങ്ങനെ ഓതണം നിങ്ങളോട് ആരെ പറഞ്ഞു? എടവണ്ണ സലാം സുല്ലമി ഞങ്ങളോട് പറഞ്ഞ ഷാഫി മാമ. വ്യത്യാസം മനസ്സിലാണ്ടോ? തിരിയുണ്ടോ? വെള്ളം മുസ്താമിലായ മസ്സലെന്ന് മൗലവിമാർ ഇപ്പൊ പറയണ്ട. നിങ്ങളോട് ആരെ പറഞ്ഞു? ഞങ്ങൾ ഹദീസിന് കണ്ട. ഞങ്ങളോട് ആരാ പറഞ്ഞു? ഈ ലോകം മുഴുവൻ ഇൽമുകൊണ്ട് നടക്കാൻ അള്ളാഹു പറഞ്ഞയച്ച ഇമാമിന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇനി അതിന് വേറെന്തെങ്കിലും അർത്ഥമുണ്ടോ? അത് ബഹുമാനപ്പെട്ട ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം അൽ-മഅബരി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചെന്നിട്ടുണ്ട്. അത് നമ്മൾ ഉസ്താദുമാർ പഠിച്ചിട്ടുണ്ട്. ആ ആശയം പ്രചരിപ്പിക്കാനാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന പണ്ഡിത പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ആധുനിക പരിപ്രേക്ഷ്യത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ തീര് പ്രചരിപ്പിക്കാൻ വേണ്ടി, ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി, സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത്. ഏപ്പിക്കൊരു തകരാറുണ്ട്. എന്താ? മൂപ്പർ ചെയ്യാത്ത കാര്യം മുഴുവൻ എഴുതി വെച്ച നല്ല പുസ്തകവും തിരിഞ്ഞില്ല. തിരിയുണ്ടല്ലോ? തിരിയുണ്ടല്ലോ? പേരോടനോ? മൂപ്പർ ജീവിതത്തിൽ ചെയ്യാത്ത കാര്യം മുഴുവൻ പറഞ്ഞ നല്ല പ്രസംഗവും. തവസ്സുൽ ഇസ്തിഗാസ് ഇങ്ങനെ പറഞ്ഞിട്ടാ തോന്നുമ്പോൾ ഇതിന്റെ പരിപാടി ജീവിതത്തിൽ ഇന്നലെ ഇസ്തിഗാസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ അതായിരിക്കണേ. അതിൽ നമ്മളെ പൊന്മളയിലുള്ള മൂപ്പർ വളരെ ഉഷാറാട്ടോ. മൂപ്പർ പന്തി പറഞ്ഞിറങ്ങക്ക് എന്തായിരുന്നു? മരണത്തോടു കൂടി മ്യൂസിയത്ത് മുറിഞ്ഞു പോകുന്നു. ഈ വാദം ലോകത്ത് ആദ്യം പറഞ്ഞതാരാ? അല്ലേ ഖാസിം നാനൂത്തവി. ആരാ പറഞ്ഞത്? ഖാസിം നാനൂത്തവിയും ഇസ്മായിൽ ദഹ്ലവിയുമാണ് അമ്പിയാക്കന്മാരുടെ വഫാത്തോടുകൂടി മുഴുവത്ത് മുറിഞ്ഞു പോകുമെന്ന് പറഞ്ഞത്. അല്ലാഹു പാവപ്പെട്ട നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇമാം ഹാഫിദുസ് സൽഹാനി റളിയല്ലാഹു അൻഹു സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ മദീന മുഴുവനും സങ്കടത്തിൽ നിൽക്കുകയാണ്. അതിന്റെ നാലാമത്തെയോ ദിവസം ഒരു അഅറാബിയായ മനുഷ്യൻ മദീനത്തേക്ക് കടന്നു വന്നു. ഖുർആൻ നേർക്കുനേരെ മനസ്സിലാക്കിയ ഉമ്മത്തൻ വസത്തൻ അല്ലാഹു പറഞ്ഞ ബഹുമാനപ്പെട്ട സഹാബത്ത് റളിയല്ലാഹു അൻഹും ജീവിച്ചിരിക്കുന്ന മദീനയിലേക്ക് ഒരു അഅറാബി കടന്നു വന്നു. അയാൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ റൗള ശരീഫിന്റെ അടുത്തേക്ക് കടന്നു ചെന്നു. എന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് വലൗ അന്നഹും ഇൻവലമു അൻഫുസഹും ജാഊക, ആരെങ്കിലും
ആരെങ്കിലും ഒരാൾ സ്വന്തം ശരീരത്തെ ആക്രമിച്ചാൽ, അയാൾ ദോഷം ചെയ്താൽ, എന്നിട്ട് നബിയെ അവിടുത്തെ തിരുസവിധത്തിലേക്ക് വന്നാൽ, എന്നിട്ട് അങ്ങയുടെ അടുക്കൽ വെച്ച് അയാൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുകയും അങ്ങയാൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുകയും ചെയ്താൽ അല്ലാഹു ദോഷം മുഴുവൻ പൊറുക്കുമെന്നാണല്ലോ. ഇതാ ഞാൻ എന്റെ ശരീരത്തെ ആക്രമിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് ദോഷം ചെയ്തിട്ടുണ്ട് നബിയേ. ഞാനിവിടെ വന്നപ്പോൾ അങ്ങയെ കാണാനില്ല, ഞാനിവിടെ വന്നപ്പോൾ അങ്ങയെ കാണുന്നില്ല, ഞാനിവിടെ വന്നിട്ടുണ്ട്, ഇനി എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ ആരാണുള്ളതെന്ന് ചോദിച്ചുകൊണ്ട് ദോഷം ചെയ്തു പോയ അറബിയായ ഗ്രാമീണവാസിയായ അറബിയായ ആ സഹാബി കരയാൻ തുടങ്ങി. സങ്കടം സഹിക്കവയ്യാതെ ആ മനുഷ്യൻ തലയിലേക്ക് മണ്ണ് വാരിയിടാൻ തുടങ്ങി. മുത്തുനബിയുടെ മദീനയല്ലേ, അല്ലാഹുവിന്റെ ഹബീബ് വിടവാങ്ങിയ സങ്കടം സഹാബത്തിന് തീർന്നിട്ടില്ലല്ലോ. സഹാബത്ത് റളിയല്ലാഹു അൻഹും എല്ലാവരും കരയാൻ തുടങ്ങി. സുബ്ഹാന ജല്ല വഅല, അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ ഖബറിൽ നിന്നതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതിഞ്ഞ ശബ്ദം ഉയരുന്നു. അല്ലാഹു അയാളുടെ ദോഷം പൊറുത്തിരിക്കുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പയരോട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, പൊൻപളക്കാരൻ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. സുന്നികളുടെയും സമസ്തയുടെയും പേരിൽ ആഗോള തട്ടിപ്പിന് നേതൃത്വം കൊടുക്കുന്ന കാന്തപുരം അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്. സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് മുറിഞ്ഞു പോകുന്നതല്ല, അവിടുത്തെ ശരീരത്തിന് അല്ലാഹു തആല യാതൊരു മാറ്റവും വരുത്തുകയില്ല, യാതൊരുവിധ തടയലും സംഭവിക്കുന്നതല്ല. അതുകൊണ്ടാണ് മരണപ്പെട്ടപ്പോൾ സമ്പത്ത് സദഖയായത്, അതുകൊണ്ടാണ് പുണ്യഭക്തിമാരെ മറ്റൊരാൾക്കും വിഭാഗം ചെയ്തു കൊടുക്കാൻ കഴിയാതെ വന്നത്. ഇത് ബഹുമാനപ്പെട്ട ഉലമാക്കളൊക്കെയും പറഞ്ഞതാണ്. സമസ്ത എന്ന് പേരിട്ടുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ സാമിരിയുടെ കളി കളിക്കരുതെന്ന് മറുപക്ഷത്തുള്ള കാന്തപുരം ഗ്രൂപ്പിലെ നേതാക്കന്മാരോട് പറയുകയാണ്. സുന്നി എന്ന് പറഞ്ഞുകൊണ്ട് ബനി ഇസ്രായേലികളെ പറ്റിച്ച സാമിരിയുടെ ആധുനിക പതിപ്പാവരുതെന്ന് മറുപക്ഷത്തുള്ള പ്രഭാഷകന്മാരോട് നമ്മൾ സൂചിപ്പിക്കുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? അവിടുത്തെ മുടി കത്തൂല, ശരീരത്തിന് നിഴലുണ്ടാകൂല, അതിൽ ക്ഷുദ്രജീവികളൊന്നും മരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണമല്ല, അവിടുത്തെ മുഴുവത്തൊരിക്കലും മുറിഞ്ഞു പോകും. കാന്തപുരം ഗ്രൂപ്പിലെ ബിദഈവാദങ്ങൾ അടുത്ത നമ്മളൊരു ചർച്ചയാണ്. ഇപ്പൊ ഒരു കാര്യം പറയാനുള്ളത്, സമയക്കുറവുണ്ട്. നമ്മളിവിടെ ഒരു പ്രസംഗത്തിൽ ഒരുമിച്ച് കൂടിയല്ല, സമ്മേളനത്തിന് കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും റബീഉൽ അവ്വൽ മങ്കൂസ് മൗലൂദ് ഓതണം. അല്ലാഹു തആല മൗലൂദ് ഓതുന്നവരെ നമ്മളെ പെടുത്തുമാറാവട്ടെ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ ഒക്കെ സ്മരണയിൽ നമ്മളിവിടെ കൂടിയതാണ്. എല്ലാവരും നീച്ചിട്ടുണ്ട്, അടുത്തേക്ക് പോരും, പോരും, ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് പോരും. നമുക്ക് കുറച്ച് ഫാത്തിഹ എഴുതി വരക്കാണ്, സലാത്ത് എഴുതി വരക്കാം അല്ലേ? കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതാം. അൽ ഫാത്തിഹ. മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. കസലയുടെ വെച്ചോളി പിന്നോക്കാം. ഇപ്പൊ സലാത്തല്ല. നമ്മളിവിടെ ഈ പരിപാടിക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ അസ്ന സഖാഫി, ഞാനും അയ്യൂബ് സഖാഫിയൊക്കെ പഴയകാലം തന്നെ സംഘടന വിട്ടോലായിരുന്നു. പക്ഷെ ഞങ്ങളൊക്കെ ഒരു ഏകാന്തവാസത്തിലേക്ക് ഒതുങ്ങിയപ്പോ സത്യമായി പറഞ്ഞാൽ ഈ രംഗം, സഖാഫികളുടെ ഈ രംഗം ഉണ്ടാക്കിയതിന്റെ മുഴുവൻ ക്രെഡിറ്റും ബഹുമാനപ്പെട്ട അസ്ന സഖാഫിക്കാണ്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ബറക്കത്തും നൽകുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിന് ഖിദ്മ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. സഖാഫി ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കാൻ. ഇതൊക്കെ പല ജില്ലാ കമ്മിറ്റികളും നടത്തേണ്ടതാണ്. ഒരു മനുഷ്യൻ ഒറ്റക്കാർ നടത്തിയത്, നമ്മളൊക്കെ ഒന്ന് ഉച്ചയ്ക്ക് എത്തിയിട്ടുള്ളൂ.
നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം. അദ്ദേഹത്തിന്റെ മാതാവിന് വേണ്ടി ദുആ ചെയ്യണം. മരണപ്പെട്ട പിതാവിനും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം. ഒരുപാട് നമ്മളെ പ്രവർത്തകർ ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇതിന് സദഖ തന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇതിന്റെ പ്രചാരകരായിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. നീലഗിരിയിൽ നിന്ന് ആളുകൾ വന്നു, മംഗലാപുരത്ത് നിന്ന് ആളുകൾ വന്നു, തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ആളുകൾ വന്നു, പല ഭാഗത്തുനിന്നും ആളുകൾ വന്നിട്ടുണ്ട്. നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു 10 സലാത്തുണ്ട്. صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم آمين. الحمد لله رب العالمين حمدا يضافي نعمه ويكافئ ومزيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم ഞങ്ങളോദിയ ഖുർആനിനെ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദീനിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയത് ഇൽമിന്റെ സദസ്സായി കബൂൽ ചെയ്യണേ റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തായി നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഇതിന്റെ പ്രതിഫലത്തെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അവിടുത്തെ സ്വഹാബിന്റെ അസ്വാജിന്റെ അവിടുത്തെ ഖാദിമീങ്ങളുടെ പരിശുദ്ധമായ ദീനിന്റെ ഖാദിമീങ്ങളായ അവിടുത്തെ ഖലീഫമാരുടെ തിരുഹദ്റത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മശായിഖന്മാരുടെ ഹദ്റത്തുകളിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. റബ്ബേ, ഇവിടെ മറവ് ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയ റഈസുൽ മുഹഖഖീൻ തന്നിയത്ത് ഉസ്താദിന്റെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. റബ്ബേ, ഇവരുടെ എല്ലാവരുടെയും ഹഖ് കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഈമാനെ കാക്കണേ റഹ്മാനെ. ഒരു കലിമത്ത് കൊണ്ട് പൊളിഞ്ഞു പോകുന്നതാണ് ഈമാൻ, ഒരു കലിമത്ത് കൊണ്ട് പൊളിഞ്ഞു പോകുന്നതാണ് അമൽ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ സംരക്ഷണം തരണേ റബ്ബേ, ഹിഫ്ളിനെ തരണേ റബ്ബേ, കാമിലായ ഈമാൻ നൽകണേ റഹ്മാനെ. മരണഘട്ടത്തിൽ വിഷമിക്കുമ്പോൾ അല്ലാഹുവേ, ഞങ്ങളുടെ മശായിഖന്മാരുടെ ഹഖ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് കൊണ്ട് പാവപ്പെട്ട ഞങ്ങളുടെ എല്ലാവരുടെയും ഈമാൻ പൂർത്തിയാക്കണേ റഹ്മാനെ. കാഫിറായി ചത്തുപോകുന്നവരിൽ പെടുത്തരുത് റഹ്മാനെ, മുബ്തദിഅത്തിൽ പെടുത്തരുത് തമ്പുരാനെ, സൂഉൽ ഉലമായിൽ പെടുത്തരുത് റഹ്മാനെ. ഞങ്ങൾക്ക് സുഹദിനെ നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ, ഖനാഅത്തിനെ നൽകണേ റഹ്മാനെ, അഫാഫിനെ നൽകണേ റഹ്മാനെ, ഖൗഫിനെ നൽകണേ തമ്പുരാനെ, ശുക്രിനെ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപപ്പെട്ട പ്രവർത്തകർ പല ഭാഗങ്ങളിൽ നിന്നും വന്നവരാണ്. അവരുടെ കുടുംബത്തിലൊക്കെയും ബറക്കത്ത് കൊടുക്കണേ റബ്ബേ, സന്തതികളെ നന്നാക്കണേ റബ്ബേ. അവർ ഉഖറവിയായ ആലിമീങ്ങളും ദീനിന്റെ ഖാദിമീങ്ങളുമാക്കണം തമ്പുരാനെ. അവരൊക്കെ